ഡോക്ടർ, എൻ്റെ സിസ്റ്റർ 34 ഇയേഴ്സ് ഓൾഡാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. അവർ ഒരു 3 വർഷമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല. അവർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് പ്രായം ഒരു മാറ്റർ ആണോ എന്നുള്ളതാണ് അവരുടെ സംശയം. പലപ്പോഴും അതിനകത്ത് മനസ്സിലാക്കേണ്ടത് പ്രായം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം എൻ്റെ ഒ പിയിലോട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് അവരുടെ ഹസ്ബൻഡിൻ്റെ ഏജും വൈഫിൻ്റെ ഏജുമാണ്. പിന്നെ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി. ആദ്യം നമ്മൾ നോക്കുന്ന അവരുടെ ഏജാണ്. ഏജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും നേരത്തെ പറയും 30 വയസ്സിന് മുമ്പ് നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റഡ് ആയിരിക്കണം. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ 30 വയസ്സ് കഴിയുമ്പോൾ അണ്ടത്തിൻ്റെ എണ്ണം കുറയുകയും ക്വാളിറ്റി കുറയുകയും ചെയ്യും. പുരുഷന്മാരിലാണെങ്കിലും പുരുഷന്മാരിൽ അത് കുറച്ചുകൂടെ 40-45 വയസ്സ് വരെ വലിയ കുഴപ്പമില്ല. സ്ത്രീകളിൽ പലപ്പോഴും 30-35 വയസ്സിന് മേളിലാകുമ്പോൾ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയുകയും നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അനോമലീസ് അല്ലെങ്കിൽ ആരോഗ്യ പ്രോബ്ലംസിനുള്ള സാധ്യത കൂടുതലുമായിരിക്കും. അത് പലപ്പോഴും നമ്മൾ എടുത്തു നോക്കിയാൽ മതി. നമ്മൾ 35-36 വയസ്സായ ശേഷം ആവുന്ന കുട്ടികൾ, നാച്ചുറലി ആവുന്ന കുട്ടികൾക്ക് പലപ്പോഴും അവർ പഠിത്തത്തിലും ഒക്കെ മറ്റുള്ള കുട്ടികളെക്കാളും കുറച്ചുകൂടെ പുറകിലായിരിക്കും. കാരണം ആ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പം എല്ലാം അങ്ങനെയാണ്. 27-24 വയസ്സുള്ള കുട്ടി എന്തുകൊണ്ട് അവർക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് അവർ IVF ചെയ്യും? അത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. പ്രായം മാത്രമല്ല, അണ്ടത്തിൻ്റെ എണ്ണം, അണ്ടത്തിൻ്റെ ക്വാളിറ്റി, നമുക്ക് ബാക്കിയുള്ള എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, അങ്ങനെയുള്ള കണ്ടീഷൻസ്, ഫൈബ്രോയിഡ്, എന്തെങ്കിലും നേരത്തെ സർജറി ചെയ്തിട്ടുണ്ടോ, ഇതിനെല്ലാം ബാധിച്ചിരിക്കും. പക്ഷേ എന്നാൽ പ്രായം മാത്രമാണ് നമ്മൾ കമ്പോണൻ്റായിട്ട് എടുക്കുന്നതെങ്കിൽ പലപ്പോഴും 30 വയസ്സിന് താഴെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു 30-34 വയസ്സിനുള്ളിൽ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പല പല കാര്യങ്ങളാൽ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല, നിങ്ങളുടെ ജോലി സാഹചര്യങ്ങൾ മൂലം സാധിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ചികിത്സകൾ മൂലം ഇന്നത് ഒരു പരിധി വരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് ഒരു ചികിത്സകൾ ചിലപ്പം കൂടുതൽ എടുക്കേണ്ടി വരാം. അപ്പോൾ പ്രായം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ പ്രായം മാത്രമല്ല, പല കമ്പോണൻസ് തന്നെ അത് തന്നെ. ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ ചിലർക്ക് 40-45 വയസ്സായവർക്ക് തന്നെ കുട്ടികളുണ്ടാകുന്നു, അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു ഫാക്ടർ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അത് വളരെ റെയറാണ്. നമ്മളത് 100 പേരെടുത്താൽ 2 പേർക്കായിരിക്കും അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആ 100 പേരിലെ 2 പേരെ നമ്മൾ കഥകൾ കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ള എത്രയോ പേർക്ക് അവർക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്കൊന്നും ലഭിക്കാതെ പോകും. അപ്പോൾ അതൊരു പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിനോട് 30-34 വയസ്സിനുള്ളിൽ നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു രീതിയിൽ നിങ്ങൾക്ക് കല്യാണത്തിലോട്ട് എത്താൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് തൽക്കാലം ജോലിയുടെ സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ സോഷ്യൽ ഊസൈറ്റ് ഫ്രീസിങ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഉള്ള ഗുണം, ഇപ്പം നിങ്ങൾക്കൊരു നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൈഗ്രേഷൻ നടത്തണം, നിങ്ങൾക്ക് ഇപ്പം കല്യാണം ഏതായാലും ഒരു 5-6 വർഷത്തേക്ക് കഴിയില്ല, നിങ്ങൾക്ക് 29 വയസ്സായി, ഇപ്പം നിങ്ങൾക്ക് മൈഗ്രേഷൻ വേണം, നിങ്ങൾക്കൊരു 36 വയസ്സിന് ശേഷമേ എന്തായാലും കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ പ്രഗ്നൻസിയെ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എഗ് ഫ്രീസ് ചെയ്ത് വെച്ചാലുള്ള ഗുണം, നിങ്ങൾ 40ാമത്തെ വയസ്സിലാണ് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി 29 വയസ്സിൻ്റെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സോഷ്യൽ എഗ് ഫ്രീസിങ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ എഗ് ഫ്രീസിങ്ങിൻ്റെ ഒരേ ഒരു പ്രോബ്ലം, നിങ്ങൾ 40 വയസ്സ് വരുമ്പോൾ നിങ്ങൾക്ക് IVF മൂലമേ പ്രഗ്നൻസി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷേ എഗ് ഫ്രീസിങ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസി ഒന്ന് മാറ്റി വെക്കണം, കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ജോലി സംബന്ധമായ മറ്റുള്ള കാര്യങ്ങൾക്കോ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എഗ് ഫ്രീസിങ് ഒരു വളരെ നല്ല ഓപ്ഷനാണ്. എഗ് ഫ്രീസിങ് ഒരു ചിലവേറിയ പ്രോസസ്സാണോ എന്ന് ചോദിച്ചാൽ IVF പോലെ തന്നെ ചിലവ് വരുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ IVFൻ്റെ അത്രയും വരില്ല. എഗ് ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ്ഗ് മാത്രം ഫ്രീസ് ചെയ്ത് വെക്കുക, സ്ത്രീകളുടെ അണ്ടം മാത്രം ഫ്രീസ് ചെയ്ത് വെക്കുക. നമ്മളൊരു വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണറായ ശേഷം ആ പാർട്ട്ണറുടെ സ്പേം എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴേ അത് എംബ്രിയോ ആവത്തുള്ളൂ. അപ്പോൾ എഗ്ഗ് ഫ്രീസ് ചെയ്ത് മാത്രം വെക്കുന്നതിന് നമ്മൾ IVFൻ്റെ അത്രയും ചികിത്സ വരില്ല. പക്ഷേ ഒരു IVFന് ഇപ്പോൾ ഒരു 1 പല സെൻറ്റേഴ്സ് അനുസരിച്ച് അത് മാറാം. അപ്പോൾ ഏകദേശം ഒരു 1.5 lakhs ആണെങ്കിൽ എഗ് ഫ്രീസിങ്ങിന് ഒരു 60,000 to 80,000 റേഞ്ചിലാണ് സാധാരണ അത് വരുന്നത്.